ഹേയ്, ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ഏതാണെന്ന് അറിയാം നിങ്ങൾക്ക്? സെയിൽസ് തന്നെയാണ്. സെയിൽസ് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. അപ്പോൾ സെയിൽസ് ടീം അല്ലെങ്കിൽ സെയിൽസ് സിസ്റ്റം ഏറ്റവും എഫക്റ്റീവ് ആവുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ സെയിൽസ് ടീം വർക്ക് ചെയ്യാറില്ല, പ്രൊഡക്റ്റീവ് ആകാറില്ല, അല്ലെങ്കിൽ സക്സസ് ആവാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ഓരോ സെയിൽസ്മാനും ഓരോ രീതിയിലാണ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ കൂടെ 10 പേരുണ്ടെങ്കിൽ 10 പേരും ഒരേ റിസൾട്ട് അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനകത്ത് 1-2 പേര് ചിലപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യും, ബാക്കിയുള്ള ആളുകൾ ആവറേജ് ആയിരിക്കും, കുറേ ആളുകൾ ബിലോ ആവറേജ് ആയിരിക്കും. അങ്ങനെ ഓരോരുത്തരും പല രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് സിസ്റ്റത്തിനകത്ത് ഒരു പ്രോപ്പറായിട്ടുള്ള ഡിഫൈൻഡ് സെയിൽസ് പ്രോസസ്സ് ഉണ്ടാവില്ല എന്നുള്ള. അപ്പോൾ ഒരു സെയിൽസ് പ്രോസസ്സിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് സെയിൽസ് പിച്ച്. അപ്പോൾ ഒരു സെയിൽസ് പിച്ച് ഡിഫൈൻ ചെയ്യേണ്ടതിൽ, ഒരു സെയിൽസ് പിച്ച് നിങ്ങൾ സെയിൽസ് പിച്ചിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഫ്രെയിം വർക്കുകളെ കുറിച്ചാണ്, പ്രധാനപ്പെട്ട 6 ഫ്രെയിം വർക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു സ്ഥാപനത്തിന് വേണ്ട ഏറ്റവും മികച്ച സെയിൽസ് പിച്ച് ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 6 ഫ്രെയിം വർക്കുകൾ. അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. നമ്പർ 1, പ്രോബ്ലം. നിങ്ങളുടെ സെയിൽസ് പിച്ചിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരിക്കണം. അതായത് കസ്റ്റമറുടെ പ്രോബ്ലം. ഏത് പ്രോബ്ലമാണ് നിങ്ങൾ പരിഹരിക്കാൻ പോകുന്നത് എന്നത് കൃത്യമായിട്ട് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. സോ വി ആർ ഗോയിങ് ടു സോൾവ് ദിസ് പ്രോബ്ലം. 10-20 വർഷമായിട്ട് മനുഷ്യന്മാർ നേരിടുന്ന ഈ പ്രശ്നം, അല്ലെങ്കിൽ വീട് പണിയിൽ നേരിടുന്ന ഈ പ്രശ്നം, സാമ്പത്തിക അച്ചടക്കമില്ലായ്മ കൊണ്ട് നേരിടുന്ന ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളുടെ പ്രോഡക്റ്റോ സർവീസോ സോൾവ് ചെയ്യാൻ പോകുന്ന കൃത്യമായിട്ടുള്ള പ്രശ്നം എന്താണ്, അത് വ്യക്തമായിട്ട് ആദ്യം ഡിഫൈൻ ചെയ്ത് വെക്കണം. ആ സ്ക്രിപ്റ്റിനകത്ത് ആദ്യം എഴുതേണ്ടത് എന്ത് പ്രോബ്ലമാണ് നിങ്ങൾ സോൾവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ അതിനകത്ത് എഴുതി വെക്കണം. ആ പ്രോബ്ലത്തെ കുറിച്ച് കൂടുതൽ ഡിഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചോദ്യത്തിൻ്റെ രൂപത്തിൽ നിങ്ങൾ ഈ പ്രശ്നം നേരിടുന്നുണ്ടോ, ഈ പ്രശ്നം നേരിടുന്നില്ലേ, ഇത് ഇത്ര കാലമായിട്ട് അനുഭവിക്കുന്നില്ലേ എന്നെല്ലാം ചോദിക്കും. അത് പക്ഷേ ആ പ്രോബ്ലത്തിലേക്ക് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. സോ നിങ്ങളുടെ ബിസിനസ് സോൾവ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്താണെന്ന് ആദ്യം ഡിഫൈൻ ചെയ്യുക. നമ്പർ 2, വാല്യൂ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വാല്യൂ എന്താണ്? ഒത്തിരി ആളുകൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ നിങ്ങളുടെ വാല്യൂ പ്രൊപ്പോഷൻ എന്താണ്? നിങ്ങൾ ഈ പ്രോബ്ലം പരിഹരിക്കുന്നതിൽ പ്രത്യേകത എന്താണ്? നിങ്ങൾ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് പരിഹരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര വർഷത്തെ ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ക്വാളിറ്റിയാണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് കോമ്പറ്റൻസിയാണ്, എത്ര വർഷത്തെ വാറണ്ടിയാണ് നിങ്ങൾ കൊടുക്കുന്നത്, എന്താണ് ഇതിൻ്റെ വാല്യൂ ഡിഫറൻസ്? നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ആ ഒരു വാല്യൂ പ്രൊപ്പോഷൻ എങ്ങനെയാണ് മറ്റുള്ളവരെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ എഴുതി വെക്കുക. കാരണം നിങ്ങൾക്ക് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. ആ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങളുടെ വാല്യൂ എന്താണ് എന്നുള്ളത് രണ്ടാമതായിട്ട് ആ ഫ്രെയിം വർക്കിനകത്ത് ഡിഫൈൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് സെയിൽസ് പിച്ചിൻ്റെ സ്ക്രിപ്റ്റ് ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ആൻഡ് നമ്പർ 3, ഹൗ വി ഡു ഇറ്റ്. നമ്മൾ എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത്? സോ ഒരുപാട് ആളുകൾ പല രീതിയിൽ പരിഹരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ പരിഹരിക്കുന്ന പ്രശ്നം ഇതാണ്. അത് നമ്മുടെ USP ആണ്. നമ്മൾ പരിഹരിക്കാൻ പോകുന്ന പ്രശ്നം നമ്മുടെ യുണീക്ക് വാല്യൂ പ്രപ്പോസിഷൻ, അല്ലെങ്കിൽ UVP എന്ന് പറയുന്നത് ഇതാണ്, അല്ലെങ്കിൽ യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ ഇതാണ്. ഇത് ഈ ഒരു രീതിയിൽ വേറെ ആരും പരിഹരിക്കില്ല. ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് വേറെ ആരും പരിഹരിക്കില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യണം? മൂന്നാമത്തത് എഴുതണം, ഹൗ വി ഡു ഇറ്റ്. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള അതിനെക്കുറിച്ച് ക്ലാരിറ്റി നിങ്ങളവിടെ ഡിഫൈൻ ചെയ്തിരിക്കണം. ആൻഡ് നമ്പർ 4, പ്രൂഫ്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ സർവീസ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ പ്രോഡക്റ്റ്, ഇതിന് കിട്ടിയിരിക്കുന്ന അംഗീകാരങ്ങൾ, അപ്രീസിയേഷനുകൾ, ടെസ്റ്റ്, ലബോറട്ടറി റിപ്പോർട്ടുകൾ തുടങ്ങിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. ഏതെങ്കിലും അവാർഡുകൾ കിട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും അസോസിയേഷൻ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ലബോറട്ടറി ISO സർട്ടിഫിക്കറ്റ്, ISI സർട്ടിഫിക്കറ്റ്, ഇൻ്റർനാഷണൽ റെക്കഗ്നീഷൻസ്, ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന്, അല്ലെങ്കിൽ എക്സ്പോർട്ട് ലൈസൻസ് കിട്ടിയത്, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ അംഗീകാരം, ഇങ്ങനെ നിങ്ങളുടെ പ്രോഡക്റ്റിനോ സർവീസിനോ കിട്ടിയിരിക്കുന്ന റെക്കഗ്നീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ കൃത്യമായിട്ട് പ്രൊജക്റ്റ് ചെയ്യും. ഞങ്ങളുടെ പ്രോഡക്റ്റിന്, ഞങ്ങളുടെ സർവീസിന് ഇത്രയും ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ISO സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, ഞങ്ങളുടെ പ്രോസസ്സിന് ISO സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യണം. ആൻഡ് നമ്പർ 5, കസ്റ്റമർ സ്റ്റോറീസ്. ഒരു സെയിൽസ് പിച്ചിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഏരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുക സ്റ്റോറിയാണ്, സക്സസ് സ്റ്റോറീസാണ്. നിങ്ങളുടെ പ്രോഡക്റ്റോ സർവീസോ ഉപയോഗിച്ച് സക്സസ് ആയ ആളുകളുടെ പേരും അഡ്രസ്സും മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെയുള്ള അവരുടെ സക്സസ് സ്റ്റോറിയുടെ കഥകൾ. ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇന്നയാൾ ഈ കാലത്ത് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിരുന്നു, ആ ഉപയോഗിച്ചതിലൂടെ അയാൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ അയാൾക്ക് കഴിഞ്ഞു. സോ അയാളുടെ നമ്പർ ഇതാണ്, ഇയാളുടെ അഡ്രസ്സ് ഇതാണ്.
ഈ പറയുന്നത് ബാക്കിയെല്ലാം പറയുന്നതിനേക്കാളും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. സോ നിങ്ങളുടെ എത്ര ഹാപ്പി കസ്റ്റമേഴ്സ് നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവരുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് എത്ര പേരുണ്ട്, അവരുടെ എല്ലാവരുടെയും സക്സസ് സ്റ്റോറീസ്, മുഴുവൻ ആളുകളുടെയും പറയണമെന്നല്ല, ഏറ്റവും പ്രധാനപ്പെട്ട സക്സസ് സ്റ്റോറീസ്, ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന, അറിയുന്ന, ആളുകൾക്കിടയിൽ കൂടുതൽ അംഗീകാരമുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ പേര് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ആ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ സെയിൽസ് പിച്ചിനെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സഹായകരമാകും. ആൻഡ് നമ്പർ 6, എൻഗേജിങ് ക്വസ്റ്റ്യൻ. ഇതെല്ലാം നമ്മൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കണം, സോ ഇങ്ങനെ ഒരു സാധനമല്ലേ ശരിക്കും നിങ്ങൾ നോക്കുന്നത്, ഇങ്ങനെ പ്രൂഫുള്ള, ഇങ്ങനെ വാല്യൂ ഉള്ള, ഇങ്ങനെ ടെസ്റ്റ് അംഗീകരിച്ച, ഇങ്ങനെ ഇത്രയും പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അല്ലേ സാറ് നോക്കുന്നത് എന്ന രീതിയിൽ അവരെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, അത് ക്ലോസ് എൻഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യനോട് കൂടിയിട്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അയാളെ കൊണ്ട് യെസ് പറയിപ്പിക്കത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അയാളെ എൻഗേജ് ചെയ്യിപ്പിക്കലാണ് അവസാനത്തെ പോയിന്റ്. ആ ചോദ്യവും നിങ്ങൾ അതിനകത്ത് ഫ്രെയിം വർക്കിനകത്ത് എഴുതി വെക്കണം. സോ ഇങ്ങനെ മികച്ച രീതിയിൽ ഒരു സെയിൽസ് പിച്ച് നിങ്ങൾ ഫ്രെയിം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ടീമിനത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, സെയിൽസ് പിച്ച് എപ്പോഴും പ്രാക്ടീസ് ആവശ്യമുള്ളതാണ്. ചുമ്മാ എഴുതി വയ്ക്കുകയോ ട്രെയിനിങ് കൊടുക്കുകയോ മാത്രം മതിയാവില്ല. നിങ്ങൾ സെയിൽസ് പിച്ചിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കി കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു മികച്ച സെയിൽസ് പിച്ച് ഡെലിവർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ കസ്റ്റമറുടെ മുന്നിൽ ചെല്ലുമ്പോൾ നമ്മൾ ബബ്ബ അടിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥ വരും. അതുണ്ടാവാൻ പാടില്ല. ഇങ്ങനെ നിങ്ങളുടെ സെയിൽസ് ടീമിനെ ഒരു സൂപ്പർ പ്രൊഡക്റ്റീവ് സെയിൽസ് ടീമാക്കി മാറ്റി ഏറ്റവും മികച്ച, കേരളത്തിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും മികച്ച സെയിൽസ് ട്രെയിനിങ് നിങ്ങൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ പല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കാറുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കി, നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും ആവശ്യമുള്ളത് നിങ്ങളുടെ സെയിൽസ് ടീമിൻ്റെ മൈൻഡ് സെറ്റ്, അവരുടെ സ്വഭാവം, അവരുടെ നല്ല ശീലങ്ങൾ, ചീത്ത ശീലങ്ങൾ എല്ലാം മനസ്സിലാക്കി അസസ് ചെയ്ത് 3 മാസം മുതൽ 6 മാസം 1 വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന സെയിൽസ് ബൂസ്റ്റർ സീരീസുകൾ നടത്തി ഇപ്പോൾ ഉള്ള ബിസിനസ്സിൻ്റെ 100 ഇരട്ടി സെയിൽസ് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ബിസിനസ് പ്രോജക്റ്റുകൾ നമ്മൾ പല ഓർഗനൈസേഷനുമായിട്ട് ചേർന്നിട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഒത്തിരി കമ്പനികൾക്ക് നമ്മൾ ആ രീതിയിലുള്ളൊരു മാസീവ് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സെയിൽസ് ടീമിലും അതുപോലെ തന്നെ ലീഡേഴ്സിന് വേണ്ട ട്രെയിനിങ്ങുമാണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത്. ഇങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു 100 ഇരട്ടി ഗ്രോത്തിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അതുപോലെ തന്നെ നിങ്ങളൊരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ ഓൺട്രപ്രണോറിയൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. 1 വർഷത്തെ ഒരു ബിസിനസ് കോച്ചിങ്ങിൻ്റെ ഭാഗമാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റുന്നിട്ട് നമ്മുടെ കൂടെ ചാണക്യ എന്ന് പറയുന്ന പ്രീമിയം ബിസിനസ് കോച്ചിങ് കമ്മ്യൂണിറ്റിയുടെ കൂടെ ബിസിനസ് പഠിച്ചും പ്രാക്ടിക്കലായിട്ടും മറ്റും മനസ്സിലാക്കി ലോകത്ത് മാറി വരുന്ന ബിസിനസ് ചാലഞ്ചുകളെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നേരിടാൻ ഒരു മികച്ചൊരു ഓൺട്രപ്രണറായി മാറണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. 1 വർഷം നീണ്ടു നിൽക്കുന്ന ചാണക്യ പ്രീമിയം ബിസിനസ് കോച്ചിങ് എന്ന് പറയുന്ന ഒരു ലൈഫ് ടൈം മെമ്പർഷിപ്പോട് കൂടിയുള്ള ഈ കോഴ്സ് നിങ്ങൾക്കും ഭാഗമാകാം. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. സോ ദിസ് ഇസ് മീ കസാക് ബെഞ്ചാലി.